കഴിഞ്ഞ 10 വർഷം കയറിട്ട് കെട്ടി പിണറായിയുടെ ഗുണ്ടായുസത്തിന് അല്ലെങ്കിൽ CPM-ന്റെ ഗുണ്ടായുസത്തിന് കൂട്ടുനിൽക്കേണ്ടി വന്ന, എന്ത് തോന്നിയാസം കാണിച്ചാലും അതിനെ സംരക്ഷിച്ച് നിർത്തേണ്ടി വന്ന, കുറ്റവാളികളെ സംരക്ഷിച്ച് നിർത്തേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. നിരപരാധികളെ പിടിച്ച് ജയിലിലടക്കേണ്ട മാധ്യമ പ്രവർത്തകരെ അറിയാലോ, പത്രപ്രവർത്തകരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച, അതില് ഷാജൻ സ്കറിയാണ് ഏറ്റവും മുന്നിലുള്ളത്. പിന്നെ എനിക്ക് വാർത്തയൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കേണ്ടിരുന്ന DNA ന്യൂസ് വളരെ കഷ്ടമായിരുന്നു. സുമേഷ് മാർക്കോപ്പളന്റെ കാര്യം, അദ്ദേഹത്തിന്റെ ലോണും കാര്യങ്ങളും ഒക്കെ എടുത്ത് പെണ്ണുമ്പിള്ളയുടെ താലിമാല പണയം വെച്ചാണ് ശരിക്ക് ഒരു കമ്പ്യൂട്ടറൊക്കെ വാങ്ങിക്കൊണ്ടുവച്ചത്. അതൊക്കെ ഒരു നിഷ്കരണം എടുത്തുകൊണ്ട് പോയ ഗുണ്ടായുസമായിരുന്നു കണ്ടത് പിണറായിക്കെതിരെ വാർത്തകൾ ചെയ്തത്. എനിക്കും കിടക്കേണ്ടി വന്നു 2 ദിവസമകം. എന്റെ മൊബൈൽ ഫോണൊക്കെ പിടിച്ചോണ്ട് പോയി. നമ്മുടെ ഈ മൊബൈൽ ഫോണിലാണോ ഈ കസരത്ത് മുഴുവൻ കാണിക്കുന്നത്, അതൊക്കെ എടുത്തോണ്ട് പോയി. അപ്പോൾ ഇങ്ങനെ CPM-നെതിരെ അല്ലെങ്കിൽ പിണറായിസത്തിനെതിരെ സംസാരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ശരിയാക്കാൻ വേണ്ടി ഒരു സേനയെ ഉപയോഗിച്ചതിൽ സത്യത്തിൽ പോലീസ് സേനയ്ക്ക് അമർഷമുണ്ടായിരുന്നുവെന്ന് ഇന്നലെയാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. അവരുടെ ഗതികേട് കൊണ്ടാണ് ഇത് ചെയ്തതെന്ന്. CPM എന്നല്ല, ശരിക്ക് ചൂടറിഞ്ഞ ദിവസമാണ്. പാർട്ടി ഓഫീസിലേക്ക് നല്ലവണ്ണം കൊടുത്തു പാർട്ടി അണികളെ തോന്നിയാസം കാണിച്ച് പിണറായിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ധാരണയിൽ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി തന്നെയാണ്, കാവൽ മന്ത്രിസഭയാണല്ലോ, എന്നാലും അവർ സംരക്ഷിച്ചോളും എന്ന നിലയിൽ അങ്ങോട്ട് ഇറങ്ങിയ CPM പ്രവർത്തകരെ, ഗുണ്ടകളെ അടിച്ചങ്ങോട്ട് നിരത്തി പോലീസ് തന്റെ ശരിക്കുള്ള ഫ്രസ്ട്രേഷൻ അങ്ങോട്ട് തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തെ സംരക്ഷിക്കേണ്ട, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ഒരു വിഭാഗത്തെ ഈ വിധത്തിലാണ് CPM കൈകാര്യം ചെയ്തിരുന്നുണ്ടെങ്കിൽ അവരുടെ അമർഷം സ്വാഭാവികമായിട്ടുണ്ടാവൂലേ. ജനങ്ങളെ ഏത് വിധത്തിലായിരിക്കും കൈകാര്യം ചെയ്തിരിക്കുക എന്നത് ജനങ്ങൾക്കും അറിയാമല്ലോ. അത് ജനം വോട്ടിലൂടെ കാണിച്ചു, പിടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്തിട്ടു. പോലീസുകാർ അവിടെ നോക്കിക്കൊണ്ടിരിക്കില്ലല്ലോ. ഏതായാലും നല്ല ദിനങ്ങളാണ് വരുന്നത് എന്ന് തോന്നുന്നു. ആശ്വസിക്കാൻ കയറ് കെട്ടി കഴുത്തിൽ പിടിച്ചിട്ട് ചാടിക്കളിയട കുഞ്ചിരാമ എന്ന് പറഞ്ഞ പോലീസ് സേന ആ കയറൊക്കെ പൊട്ടിച്ച് നിയമപാലനത്തിന് വേണ്ടി പുറത്തിറങ്ങുന്ന ദിവസങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ പാലക്കാട്ട് അടികൊണ്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഖാക്കൾക്കും ലാൽ സലാം. Different angles. Don't forget to subscribe and support this channel.